ഹേയ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്ലേയിങ് വിത്ത് പിക്സൽസ്. ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്രിയേറ്റീവ് കണ്ടൻസാണ് നമ്മൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇതുപോലുള്ള കണ്ടൻസ് ഇനിയും കിട്ടാനായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒന്ന് ഫോളോ അപ്പ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സൺസെറ്റ് അങ്ങനെയുള്ള പിക്ചേഴ്സിനെ എങ്ങനെ ലൈറ്റ് റൂമിൽ വെച്ച് നമുക്കൊന്ന് കുറച്ചും കൂടി ബെറ്റർ ആക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ആ സെറ്റിങ്സിൻ്റെ സാമ്പിൾ ഫോട്ടോസാണ് നിങ്ങൾ കാണുന്നത്. സോ സിമിലർ ആയിട്ടുള്ള ഫോട്ടോസിൽ ഈ സെറ്റിങ്സ് നമുക്ക് പ്രീസെറ്റായിട്ട് സേവ് ചെയ്ത് വെച്ച് ഇനിയും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ആ എഡിറ്റിംഗ് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് പ്രീമിയം ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട് ലൈറ്റ് റൂമിൻ്റെ. അതിന് പകരമായിട്ട് സ്നാപ്സീഡിലെ ആൾട്ടർനേറ്റീവ് ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് സെയിം റിസൾട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഈ വീഡിയോൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ട്. സോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് എഡിറ്റ് ചെയ്യാൻ പോകുന്ന ഫോട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഈവനിങ് റൈറ്റിൽ എടുത്തൊരു ക്ലിക്കാണ്. ബട്ട് ഇതിനകത്ത് നമുക്ക് എങ്ങനെ ഒരു സൺസെറ്റ് കൊണ്ടുവരാം, ഒരു ഫീൽ എങ്ങനെ കുറച്ച് എൻഹാൻസ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഇതൊരു ഓഫായിലാണ്, അതുകൊണ്ട് തന്നെ ബ്രൈറ്റ്നസ് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും ബാക്ക്ഗ്രൗണ്ടിൽ. സോ ആദ്യം തന്നെ ആ ബ്രൈറ്റ് ആയിരിക്കുന്ന എക്സ്പോഷർ നമുക്കൊന്ന് കുറച്ച് നോക്കാം. ഒരു -50 അറൗണ്ട് അത് മതിയാവും. ഡാർക്ക് ആകാനായിട്ട് കോൺട്രാസ്റ്റ് നമുക്ക് ഇൻക്രീസ് ചെയ്യാം. 31. ഇനി ഹൈലൈറ്റഡ് ആയിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് കുറയ്ക്കാനായിട്ട് ഹൈലൈറ്റ്സ് -50. അത് കഴിഞ്ഞ് ഷാഡോസിൻ്റെ കുറച്ച് ഡീറ്റെയിലിംഗ് കൂട്ടാൻ വേണ്ടി നമുക്ക് ഷാഡോസ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. 15 മതിയാവും, ധാരാളം. ഇനി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് വൈറ്റ്സ് ആണ്. അത് ഓൾറെഡി സെറ്റായിട്ടിരിക്കുന്ന കാണാം, കാരണം റോ ഫയൽ ആയതുകൊണ്ട് കുറച്ച് സെറ്റിങ്സ് എല്ലാവരും അഡോബ് കോപ്പി ചെയ്തെടുക്കും. ഓക്കെ, 31 ആക്കാം. അത് കഴിഞ്ഞ് ബ്ലാക്സ് ഒന്ന് ഡിക്രീസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു ബെറ്റർ ഡീറ്റെയിലിംഗ് കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അങ്ങനെ ലൈറ്റ് ടാബിലുള്ള മൈനർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലൈറ്റ് കർവിൽ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനകത്ത് ആദ്യം തന്നെ നമുക്കിനകത്ത് ഫസ്റ്റ് ഡോട്ടായ ലൈറ്റ് കർവിനെ സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഒരു എസ് കർവ് ഫോം ചെയ്യാം. അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ഷാർപ്പായിട്ടുള്ള ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കളയാനും അതുപോലെ തന്നെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഏരിയകളെ ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നമ്മൾ ലൈറ്റ് കർവ് യൂസ് ചെയ്യും. നമ്മളിപ്പോൾ ലൈറ്റ് ടാബ് ചെയ്ത എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും തന്നെ ലൈറ്റ് കർവിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൈറ്റ് കർവ് മാസ്റ്റർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ ഇത്രയും ചെയ്ത ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാവരും പിന്നെ നമുക്ക് ടൈമും നമുക്ക് ഈസി ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഷാഡോസിൻ്റെ ഏറ്റവും അടിയിലുള്ള പോർഷനിൽ ഒരു കുറച്ച് മുകളിലായിട്ട് സെറ്റ് ചെയ്യുക. അതിലൂടെ നമുക്കൊരു ഫെയ്ഡഡ് ആയിട്ട് നമുക്ക് ഇമേജിൽ കിട്ടുന്നതാണ്. അത് ഒരുപാട് അധികം മുകളിലേക്ക് കൊണ്ടുപോകരുത്, കാരണം ഒരു ഇഷ്യൂസ് കണ്ടിട്ടുണ്ട് ഞാൻ പലപ്പോഴും പിക്സലേറ്റ് ആവുന്നു. സോ അതൊരു സ്ലൈറ്റായിട്ട് അപ്പ് ചെയ്തൊരു എസ് കർവ് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് എസ് കർവിൻ്റെ ടോപ്പിലുള്ള ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ കുറച്ചൊരു പോയിൻറ്റും മുകളിലേക്കാക്കാം. അപ്പോൾ നമുക്കൊരു എക്സ്പോഷർ ഹൈലൈറ്റായി വരുന്നത് കാണാൻ പറ്റും. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം നമുക്കിനി കളർ ടാബിലേക്ക് മൂവ് ചെയ്യാം. ഇതിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ റോ ഫയലിൻ്റേതായ സെറ്റിങ്സ് വന്നിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്നൊരു വാം ഫീലിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്തു. ടിൻറ്റ് ഓൾറെഡി കറക്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ഗോൾഡൻ ഫീലൊക്കെ വന്നു. ഇനി നമുക്ക് വൈബ്രൻസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. വൈബ്രൻസ് നമുക്കൊരു 18 സെറ്റ് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞ് സാച്ചുറേഷൻ ഒരു 15. വൈബ്രൻസ് ഫെയ്ഡഡ് ആയിട്ടുള്ള കളേഴ്സിനെ ബൂസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ സാച്ചുറേഷൻ ഓൾറെഡി പ്രസൻ്റ് ആയിട്ടുള്ള കളേഴ്സിനെ ബൂസ്റ്റ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കളർ ഗ്രേഡിംഗ് ആണ്. മുകളിൽ തന്നെ ആയിട്ട് ഒരു 3 ഡോട്ട്സ് കാണാൻ പറ്റും. അതിൽ ഫസ്റ്റത് ഷാഡോ, സെക്കൻഡ് മിഡ് ടോണും തേർഡ് ഹൈലൈറ്റഡ് ആയിട്ടുള്ള കളേഴ്സാണ്. ഇതിലിപ്പോൾ നമ്മൾ കളേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ആ ഒരു വാം ഫീൽ നമുക്ക് വന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ലൂമിനൻസ് ഒന്ന് കൂട്ടാം. ആ ഒരു വാമത്തിൻ്റെ ഫീൽ ഒന്ന് എൻഹാൻസ് ചെയ്യാം. ഒരു 40, ഓക്കെ 42 കറക്റ്റാണ്. ഏകദേശം ആ ഒരു ബ്രൈറ്റ് വാം ഫീൽ കിട്ടി. ഇനി ബ്ലെൻഡിങ്, അതായത് ഷാഡോസിനൊന്ന് കൂടുതൽ ഫോക്കസ് കൊടുത്തു. ആ ഒരു വാം ഫീൽ അതിനൊന്ന് ചെറുതായിട്ടൊന്ന് ബാലൻസും കൂടി ചെയ്ത് കൊടുത്തു. നമ്മൾ ബാക്കി രണ്ടും അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് എഫക്ട്സിലാണ്. നമുക്ക് നമ്മുടെ സബ്ജക്റ്റായ ക്യാമറേനെ ഒന്ന് പുഷ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ടെക്സ്ചർ ഒന്ന് കൂട്ടുക. അത് കഴിഞ്ഞ് ക്ലാരിറ്റി,
ആ നമ്മൾ ഡീഹൈസ് ഒന്ന് കുറച്ച് കൂട്ടി കൊടുക്കാം. ഓക്കെ, ഒരു 8 ഓക്കെ അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. കറക്റ്റായിരുന്നുള്ള ഡീറ്റെയിൽസും കോൺട്രാസ്റ്റൊക്കെ വന്നു. ഇനിയാണ് വിനിയേറ്റ്. വിനിയേറ്റ് ആഡ് ചെയ്യുമ്പോൾ ഒരു ഡാർക്കർ ഫോക്കൽ റിങ് വരും ചുറ്റിനും. അതിലൂടെ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി വിനിയേറ്റിലെ ഒരു 6 മിഡ് പോയിൻ്റ് 33 സെറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു ചെറിയ ഫോക്കൽ പോയിൻ്റ് പോലെ നമുക്ക് വന്നു. അവിടെ നമുക്ക് ഗ്രെയിൻസ് ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ത്രൂ ഔട്ട് ദ ഇമേജ് ഈവൻ ടോൺ വരാൻ വേണ്ടിയാണ് നമ്മൾ ഗ്രെയിൻസ് ആഡ് ചെയ്യുന്നത്. അതൊന്ന് സ്ലൈറ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം നമുക്കിനി ഡീറ്റെയിൽ ടാബിൽ പോയിട്ട് നമ്മുടെ ഷാർപ്നെസ് ഒന്ന് ഇത്തിരി കുറയ്ക്കാം. കാരണം സബ്ജക്റ്റിന് ഒരുപാട് ഹൈലൈറ്റ് ചെയ്താൽ ഇൻസ്റ്റാഗ്രാമിൽ അത്ര ഒരു ഭംഗി വരാറില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് മാസ്കിങ് ഒന്ന് കൂട്ടാം. മാസ്കിങ് കൂട്ടുന്നതും ടെക്സ്ചറിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതും ഏകദേശം ഒരു സെയിം എഫക്റ്റാണ് വരാറ്. ഇവിടെ നമുക്ക് ഡീറ്റെയിലിങ് കുറച്ച് വേണം, എന്നാൽ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സർഫേസുകളിലെല്ലാവരും ഒരു സ്മൂത്ത്നെസ് വരാൻ വേണ്ടിയാണ് നമ്മൾ മാസ്കിങ് കൂട്ടുന്നത്. ഒക്കെ ഒരു 70 വെച്ചു. ഇപ്പോൾ ഒരു സ്മൂത്തായിട്ടുള്ളൊരു ഷാർപ്പ് ഇമേജ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോയ്സിലേക്ക് പോവാം. ഓൾറെഡി നോയ്സ് സെറ്റാണ്. പിന്നെ കൂട്ടിയാൽ ചിലപ്പോൾ ഒരുപാട് സ്മൂത്തായി പോകും. അതുപോലെ തന്നെ കളർ നോയ്സ് അധികം സ്മൂത്തനിങ്ങിൻ്റെ ഇനി ആവശ്യമില്ല. അങ്ങനെ ആ ഒരു എഡിറ്റിങ്ങും ഇതെല്ലാം കഴിഞ്ഞു. അടുത്തതായിട്ട് മാസ്കിങ്ങിൽ നമുക്ക് ബ്രഷ് ടൂൾ യൂസ് ചെയ്യാം. എന്നിട്ട് ആ ക്യാമറയിലുള്ള ഇമേജിനെ ഒന്ന് എൻഹാൻസ് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ ഉദ്ദേശിക്കുന്ന പോർഷനിൽ ജസ്റ്റ് ആ ബ്രഷ് കൊണ്ട് ഡ്രോ ചെയ്തിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത പോർഷൻസ് എല്ലാം റിമൂവ് ചെയ്തേ. ഇനി നമുക്ക് ആ ഇമേജിന് ബ്രൈറ്റ്നെസ് ഒന്ന് കൂട്ടി നോക്കാം. അതിന് എക്സ്പോഷർ കൂട്ടി നമ്മൾ 36 ആക്കുന്നു. കോൺട്രാസ്റ്റ് ഒന്ന് കൂട്ടും, അല്ലെങ്കിൽ ഒരുപാട് ബ്രൈറ്റ് ആവും. അപ്പോൾ അതിൻ്റെ ഹൈലൈറ്റ് നമ്മളൊന്ന് കൂട്ടി. അപ്പോൾ നമുക്ക് ആ ഇമേജ് ഒന്ന് കുറച്ചും കൂടി എക്സ്പോസ്ഡ് ആയിട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു കാറുണ്ട്, അതിന് നമുക്ക് എങ്ങനെ റൈസ് ചെയ്ത് കളയാൻ നോക്കാം. അടുത്തതായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഹീലിംഗ് ടൂളാണ്. നമുക്കിവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ബ്രഷിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമുക്കുണ്ട്. എന്നിട്ട് നമുക്ക് റിമൂവ് ചെയ്യേണ്ട ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ജസ്റ്റ് ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒബ്ജക്റ്റ് ഒരു ക്രോസിങ്ങിന് ശേഷം റിമൂവ് ആയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ അഡോബ് ലൈറ്റ് റൂമിൽ ഒരു ഫോട്ടോഗ്രാഫ് എഡിറ്റ് ചെയ്ത് അതിൻ്റെ ഒബ്ജക്ട്സ് ക്ലിയർ ചെയ്ത് എടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം നമ്മുടെ റോ ആയിട്ടുള്ള ഇമേജും നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത ഇമേജും തമ്മിലുള്ള ഡിഫറൻസ്. നമ്മൾ ഇതിൽ 2 പ്രീമിയം ടൂൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മാസ്കിങ്ങും 2 ആ ഹീലിംഗ് ബ്രഷും. അപ്പോൾ അത് രണ്ടിനും ആൾട്ടർനേറ്റീവായിട്ട് നമുക്ക് സ്നാപ്സീഡ് അതിൽ എങ്ങനെ ഈ സെയിം ഫീച്ചേഴ്സ് യൂസ് ചെയ്യാൻ നോക്കാം. സ്നാപ്സീഡിൽ ഒരു ബ്രഷ് ടൂൾ കാണാൻ പറ്റും. അതിന് സെലക്ട് ചെയ്തിട്ട് കുറച്ച് ഓപ്ഷൻസ് നമുക്ക് കാണാം. ഡോഡ്ജ് ആൻഡ് ബേൺ, എക്സ്പോഷർ, സാച്ചുറേഷൻ. ഇതെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സിംഗിൾ ടൈമിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാനും പറ്റും. ഇതുപോലെ ഓരോന്നായിട്ട് മാറ്റാനും പറ്റും. ഇതിപ്പം എക്സ്പോഷർ കുറഞ്ഞു. സെലക്ട് ചെയ്ത ഏരിയാസിൽ എക്സ്പോഷറാണ് ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ടെമ്പറേച്ചർ. പിന്നുള്ള ഓപ്ഷനാണ് സാച്ചുറേഷൻ. നമുക്ക് അത്രയും ഇതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്കൊരു മീഡിയം എക്സ്പോഷറിൽ കറക്റ്റ് ബാലൻസ് ചെയ്ത് വെക്കാതെ. ഇതാണ് അഡോബിന് പകരം നമുക്ക് സ്നാപ്സീഡ് യൂസ് ചെയ്ത് സെയിം ആ ഒരു ഫീച്ചേഴ്സ് എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളത്. ഇനിയുള്ളതാണ് റിമൂവർ. അതിന് ഇവിടെ വരുന്നത് ഹീലിംഗ് എന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ആ ഒരു ഏരിയയിൽ ഒന്ന് സർക്കിൾ ഔട്ട് ചെയ്ത് കൊടുക്കുക. അഡോബിൻ്റെ ഹീലറാണ് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ളത് കമ്പാരിറ്റീവ്ലി. ബട്ട് നമുക്ക് ഓൾമോസ്റ്റ് റിസൾട്ട് കിട്ടും. ആ ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ആവശ്യം വരില്ല. ഇങ്ങനെയാണ് നമുക്ക് റോ ഫയലിനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സൺസെറ്റ് എഫക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ദിസ് ഇസ് GK signing up from Playing with Pixel.